അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് കാബിരിയാണ്. അപ്പം അതിനായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പം അമ്മക്ക് ഇതിലേക്ക് ഇനി ഏലക്ക, പട്ട, ഗ്രാമ്പൂ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം കേട്ടോ. ഇനി ഇത് തിളക്കട്ടെ, അടച്ചു വെക്കേ. ബസുമതി റൈസ് കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ തിളച്ചിട്ട് നമ്മൾ അതിലേക്ക് ഇടുവേ. നമ്മൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ബസ്മതി റൈസ് ഇട്ട് കൊടുക്കേ. അപ്പോൾ നമ്മൾ ബസ്മതി റൈസ് ഇട്ടിരുന്നുണ്ട്. മുസമ്പീൻ്റെ തൊലിയാണ് നമ്മൾ വെള്ളം ചോറിട്ടപ്പോൾ മറന്നു പോയി ഇടാണ്. ഇത് ചോറിനൊരു ഫ്ലേവർ കിട്ടാനാണ്. അപ്പോൾ കുറച്ചിടുക. നമ്മൾ കാബിരി ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഉള്ളി വറുത്തെടുക്കുകയാണ് കേട്ടോ. 3 സവാള ഉണ്ട്. നേരത്തെ നമ്മൾ സവാള ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ഈ പരിവാകുമ്പോൾ നമുക്കത് കോരിയെടുക്കാം കേട്ടോ. അത് നമുക്കിത് കോരിയെടുക്കാം കേട്ടോ. നേരത്തെ ക്യാരറ്റ് കോരി പോലെ ഇതും കോരിയെടുക്കാം കേട്ടോ. ഇത്ര ആയാൽ മതി. നമുക്ക് നമുക്ക് ഇത് വറുത്ത് പോരാ കേട്ടോ. അപ്പോൾ നമ്മൾ വറുത്ത് മാറ്റി വെച്ച ഇൻഗ്രീഡിയൻസ് ആട്ടോ. സവാള, കാഷ്യൂനട്ടും കിസ്മിസും, പിന്നെ അതുപോലെ ക്യാരറ്റും കറിവേപ്പിലയും. ഇതിലേക്ക് ആവശ്യമായ ബീഫാണ് 1 കിലോ. പിന്നെ പൊടിക്കാത്ത കുരുമുളക് കേട്ടോ. മാഗി ക്യൂബാണ്, അത് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. പിന്നെ കപ്സ മസാലയാണ് കേട്ടോ, 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. പൊടിയാണ് ഇട്ടത്. ഇതിലേക്ക് ഗ്രാമ്പൂ, ഏലക്ക, പട്ട കേട്ടോ. 1 ടീസ്പൂൺ കുരുമുളകാണ് പൊടിച്ചത്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചതിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ പച്ചമുളക് മാറിയിട്ട് ഒരു മീഡിയം സൈസ് തക്കാളി ഇട്ട് കൊടുക്കണം. പച്ചമുളക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി അരച്ച് വെച്ചതാണ്. നമ്മുടെ മസാല വഴറ്റിയത് നമ്മുടെ എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുക. 1 ടീസ്പൂണോളം കുരുമുളക്, കുറച്ച് ഗരം മസാല, കുറച്ച് ബീഫ് മസാല, ഇനി നമ്മുടെ 1.5 ടീസ്പൂൺ കപ്സ മസാല കേട്ടോ. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇനി നമ്മുടെ ചിക്കൻ മാഗി ക്യൂബ്, ഏത് ട്യൂബായാലും മതിയിട്ട് ഇത് പൊടിച്ചിട്ടിട്ട് കൊടുക്കുക. ഇത്രയാണ് നമ്മുടെ മസാല. നന്നായിട്ട് വഴറ്റുക കേട്ടോ. ഇനി നമ്മുടെ ഇതിലേക്ക് നാരങ്ങാനീര് ഒഴിക്കുക കേട്ടോ. ഇനി നമ്മുടെ മസാലയൊക്കെ സെറ്റായുണ്ട്. നേരത്തെ നമ്മൾ വേവിച്ച് വെച്ച ബീഫ് ഇതിലേക്ക് ആഡ് ചെയ്യണം. നമ്മൾ വേവിച്ച് വെച്ച ബീഫിലേക്ക് ആഡ് ചെയ്ത് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, അതോടെ തന്നെയാണ് ആഡ് ചെയ്തത്. ഇനി ഇതിലേക്ക് കുറച്ച് ഗീ നമുക്ക് ആഡ് ചെയ്യാം. അതിനകത്തൊക്കെ ടേസ്റ്റ് ഉണ്ടാവും. ഇത് നമ്മൾ 2-3 മിനിറ്റ് വേവിച്ചതാണ്. ഇതിലേക്ക് 1 പിടി മല്ലിയില, ഇനി 1 പിടി പുതിനയില കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ലേ, ഇത് അതിലേക്ക് ഇടുക കേട്ടോ. ഇത് കംപ്ലീറ്റ് ഇടുന്നില്ല, ഇതിൻ്റെ പകുതിയാണ് ഇടുന്നത്. ഇനിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുസമ്പീൻ്റെ ജ്യൂസ്. ഇതിലേക്ക് ആഡ് ചെയ്യാണ് കേട്ടോ.
നമ്മൾ നേരത്തെ ഊറ്റി വെച്ച ചോറാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച മസാലേൻ്റെ മുകളിലേക്ക് ലെയറായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആദ്യം ഈ ചോറിടും, എന്നിട്ട് പിന്നെ നമ്മുടെ വറുത്ത് വെച്ച ഈ മസാല ഇടും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് റൈസ് ഇടുകയാണ്, ലെയറായിട്ട് ഇടുക. കുറച്ച് നെയ്യ് ആഡ് ചെയ്യുക. ഇനി നമ്മൾ വറുത്ത് വെച്ച് ഉള്ളിയും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുക. ഇനി ഇതിലേക്ക് നേരത്തെ കപ്സ മസാല കുറച്ച് ആഡ് ചെയ്യുക കേട്ടോ. ഇതിനകത്തേക്ക് ചോറിടാം കേട്ടോ. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നേരത്തെ എടുത്ത് വെച്ച മുസമ്പിൻ്റെ ജ്യൂസ് അത് കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് കളറ് ഓപ്ഷണലാണ് കേട്ടോ. ഞാനൊരു ഭംഗിക്ക് വേണ്ടി വെച്ചെന്നുള്ളൂ, വേണമെങ്കിൽ വെച്ചാൽ മതി കേട്ടോ. ഇനി നമുക്ക് ഇത് ദമ്മിടാം കേട്ടോ. നമ്മുടെ കാബിരി ദമ്മിലാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കാബിരി റെഡി ആയിട്ടുണ്ട്. നമ്മൾ കാബിരി ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഈ അതിനുള്ള ടേസ്റ്റ് ഒക്കെയാണ്. നല്ല രസമുണ്ട്. പക്ഷെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. പിന്നെ ഇത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ, ബൈ.